ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു വയലറ്റ് ചേമ്പില കൊണ്ടുള്ള ഒരു തോരനാണ് ഉണ്ടാക്കുന്നത്. കണ്ടോ, ഇതാണ് നമ്മുടെ ചേമ്പ്. വയലറ്റ് കളറാണ്, അല്ലാതെ പച്ച കളറിലുള്ള ചേമ്പും ഉണ്ട്. അതിൻ്റെ ഇലയും തണ്ടും എല്ലാം നമുക്ക് തോരൻ വയ്ക്കാം. ഇതും വയലറ്റാണ്. ഇതും തണ്ടും ഇലയും എല്ലാം നമുക്കെടുത്ത് തോരൻ വെക്കാം. ഇതിൻ്റെ ചുവട്ടൊരു കിഴങ്ങും ഉണ്ടാവും, ഒരു ലൈറ്റ് പിങ്ക് കളറുള്ളത്. അത് നമുക്ക് മറ്റേ ചേമ്പുകൾ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പം ഞാൻ നല്ല ചേമ്പ് എടുത്തുകൊണ്ട് വന്ന് കഴുകി തുടച്ച് അത് ചെറുതായിട്ട് അരിയണം. പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു കറിയാണിത്. നമുക്ക് പെട്ടെന്ന് ഓടി ചെന്നത് പറിച്ച് അരിഞ്ഞ് കുറച്ച് തേങ്ങ എല്ലാം കൂടെ ചേർത്ത് ഉണ്ടാക്കിയ നല്ലൊരു കറിയാണ്. ഇത് പലതരത്തിൽ വെക്കാൻ പറ്റും. നമുക്കിത് വറുത്തരച്ച് വെക്കാൻ പറ്റും, തോരൻ വെക്കാൻ പറ്റും, പരിപ്പിൻ്റെ കൂടെ ഇട്ട് വെക്കാൻ പറ്റും. അപ്പോൾ ഇതിന് അരിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ തേങ്ങ, പച്ചമുളക്, ജീരകം, ചെറിയ ഉള്ളി ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് അരച്ചിട്ട്, അരയ്ക്കേണ്ട, ചെറുതായിട്ടൊന്ന് ചതച്ചാൽ മതി. അതിനുശേഷം പാനിൽ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കുറച്ച് ജീരകവും പച്ചമുളകും മുറിച്ചിട്ട് ഈ തേങ്ങ ഒതുക്കിയതും ശരിയും കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ചൊരു സവാളയും കൂടെ അരിഞ്ഞ് അതിനകത്തോട്ട് ചേർത്തിട്ട് തട്ടിപ്പൊത്തി വെക്കുക. ജസ്റ്റ് ആവി വന്നാൽ മതി. ആവി വന്ന ഉടനെ ഇതെടുത്ത് തോർത്തി എടുക്കുക. നമുക്ക് അന്നേരം തന്നെ ഉപയോഗിക്കാം. നല്ല ചൂടോടെ ഉപയോഗിച്ചാൽ നല്ല കറിയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഇത് നമുക്ക് പരിപ്പിൻ്റെ കൂടെ ഇട്ട് ഉണ്ടാക്കാം. ഇത് ചാറായിട്ടും ചാറില്ലാതെ തോരനായിട്ടും ഉണ്ടാക്കാൻ പറ്റും. പരിപ്പിൻ്റെ കൂടെ നല്ല ചപ്പാത്തിക്കൊക്കെ പറ്റിയ കറിയാണ്. അപ്പം നമ്മുടെ വയലറ്റ് ചേമ്പ് തോരൻ റെഡിയാണ്. ഞാൻ ഇതിനകത്ത് മഞ്ഞളിട്ടു. സാറിന് ഞാൻ ചിരയ്ക്ക് മഞ്ഞൾ ഇടാറില്ല. ഇതിന് കുറച്ച് മഞ്ഞൾ കൂടി ഇട്ടു. അപ്പോൾ നമ്മുടെ ചോറ് റെഡിയാണ്. ചോറിന് ഇന്ന് അച്ചാറുണ്ട്, വയലറ്റ് ചേമ്പ് തോരനുണ്ട്, ബീഫുണ്ട്, ഉണക്കമീൻ ചതച്ചുണ്ട്, ചെറുപയർ തോരനുണ്ട്, ചക്കക്കുരു പറ്റിച്ചുണ്ട്, തൈരുണ്ട്. ഇത്രയും കൂട്ടിയാണ് നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ണാൻ പോകുന്നത്. തോരൻ വളരെ നല്ലതായിരുന്നു കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഇതിൻ്റെ ഒരു ചോട് കൊണ്ട് വെച്ചാൽ പെട്ടെന്ന് അതിൻ്റെ ശകരം പൊട്ടി, മീൻസ് അതിൻ്റെ ചോട്ടിൽ നിന്ന് മുള പൊട്ടി ഇഷ്ടംപോലെ ഉണ്ടാവും. പെട്ടെന്ന് കിളുക്കുന്നതാണ്. പ്രത്യേകിച്ച് വളമൊന്നും നമുക്ക് ചേർക്കണ്ട. പക്ഷേ അത്യാവശ്യം നമുക്കൊരു കറിക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. അതുകൊണ്ട് എല്ലാവരും ഇതിൻ്റെ ഒരു ചോട് വീട്ടിൽ വയ്ക്കണം. അപ്പം ഇതാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുമെന്നു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇല്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെയൊക്കെ ഒരു അഭിപ്രായമൊക്കെ ഇതിൻ്റെ ഇവിടെ തന്നെ ഒന്ന് എഴുതണം. ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ ഒക്കെ ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായിട്ട് ഇനി വരുന്നത് വരെ നന്ദി, നമസ്കാരം. ഹാവ് എ നൈസ് ഡേ.